ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വെട്ടംപര്യാപുരം ഭഗവതിക്കോട്ട പരിസരത്ത് റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്ന് ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തി പരത്തി. റോഡരികിൽ നിർത്തിയിട്ട മാരുതി കാറിൽ നിന്നാണ് ഗ്യാസ് ചോർന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പര്യാപുരം ഭഗവതിക്കോട്ട പരിസരത്ത് റോഡരികിൽ നിർത്തിയിട്ട KL16-95-21-800cc മാരുതി കാറിൽ നിന്നുമാണ് വാതക ചോർച്ചയുണ്ടായത്. ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു. ബിപിയങ്ങാടി സ്വദേശിയായ മാനത്ത് സെക്യൂരിറ്റി ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. വാതകം ചോർന്നതോടെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തി. വാഹനങ്ങൾ മറ്റു വഴി തിരിച്ചുവിട്ടു. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. സമീപ വീടുകളിലുള്ളവരെ മാറ്റിയതിനു ശേഷമാണ് ചോർച്ചയുള്ള ഗ്യാസ് സിലിണ്ടർ തണുപ്പിച്ച് നിർവീര്യമാക്കാനുള്ള ശ്രമം നടത്തിയത്. ഭഗവതിക്കോട്ടയിൽ താലപ്പൊലി മഹോത്സവം നടക്കുന്നതിനാൽ നിരവധി ആളുകളാണ് പ്രദേശത്തുണ്ടായിരുന്നത്. തിരക്കൊഴിഞ്ഞ സമയമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പാച്ചാട്ടിരിക്കടുത്ത് പര്യാപുരം ക്ഷേത്രത്തിനടുത്തായിട്ട് ഒരു LPG ലീക്കായി എന്നുള്ള സന്ദേശമാണ് തിരൂർ ഫയർ സ്റ്റേഷനിൽ ലഭിച്ചത്. ഞങ്ങൾ ഉടൻ തന്നെ ഒരു യൂണിറ്റുമായിട്ട് ഇവിടേക്ക് എത്തിയപ്പോഴാണ് കാറിൽ നിറച്ചിരിക്കുന്ന 50 കിലോനോളമുള്ള LPG ടാങ്കാണ് ലീക്കായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായത്. അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ചുറ്റുവട്ടുള്ള ആളുകളെ ദൂരേക്ക് മാറ്റുകയും KSEB ലൈൻ ഓഫാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും അടുത്തുള്ള വീടുകളിൽ നിന്ന് ആളുകളോട് ഒഴിയാൻ വേണ്ടി പറയുകയും അതോടൊപ്പം തന്നെ അവിടെ സ്പാർക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. കൂടാതെ തിരൂർ നിലയത്തിൽ മറ്റൊരു കോളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന വാഹനത്തിനെ രണ്ടാമത്തെ വാഹനമായിട്ട് തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തുകയും ആദ്യം എത്തിയ വാഹനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് വെള്ളം അവിടെ സ്പ്രേ ചെയ്തുകൊണ്ട് LPG നിറച്ച കാറിൻ്റെ ടാങ്ക് തുടർച്ചയായിട്ട് നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ടാങ്ക് തണുക്കുകയും പ്രഷർ കുറയുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ അതിലുള്ള ടാങ്കിലുള്ള ഗ്യാസ് തീരാതെ മറ്റു പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഗ്യാസ് തീരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ലീക്കിൽ തുറന്നു വിടുകയും അതേമാതിരി തീർന്നതിന് ശേഷം മറ്റുള്ള പരിപാടികളിലേക്ക് നീങ്ങാമെന്നാണ് കരുതുന്നത്. ഇന്ന് ഇവിടെ പര്യാപുരം ക്ഷേത്രത്തിലെ ഉത്സവമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അത് വളരെ കൂടുതൽ പിന്നെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഉച്ച സമയത്ത് തന്നെ ഇത് അറിഞ്ഞത്. വൈകിട്ടാണെങ്കിൽ ഇവിടെ വരുന്നതിന് ചുറ്റുവട്ടുള്ള കച്ചവടക്കാർ തീ വെച്ചിട്ട് പാചകം ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് തന്നെ ഇത് വെയിലത്ത് നിർത്തിയതുകൊണ്ടായിരിക്കണം ഈ ടാങ്കിൽ പ്രഷർ കൂടിയിട്ട് അതിൽ ലീക്കായതെന്ന് കരുതുന്നു. അപ്പോൾ ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരു വലിയ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര മുൻകരുതലോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.